ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 12-ാം ദിവസം അയോധ്യാകാന്ഡത്തിലെ ഭരതരാഘവ സംവാദവും അത്രി മഹർഷിയാശ്രമ പ്രവേശവുമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇന്നലെ ഭരതൻ തൻ്റെ ബന്ധുജനങ്ങളോടും അമാത്യ ഭൃത്യ വൃന്ദത്തോടും വസിഷ്ഠ മഹർഷി പത്നി മുതലായവരോടും ചതുരംഗപ്പടയോടും വാദ്യഘോഷാദികളോടും കൂടി ഈ ശൃംഗിവേരം എന്ന രാജ്യത്തിലെത്തി, അതായത് ഗുഹൻ്റെ രാജ്യത്തിലെത്തി ഗംഗാതടത്തിൽ തമ്പടിക്കുകയാണ്. അത് കണ്ട ഗുഹൻ ഭരതൻ ഈ വൻപടയോടുകൂടി വന്ന് ഈ ഗംഗാതടത്തിലെത്തി തമ്പടിച്ചിരിക്കുന്നത് കണ്ട് ഗുഹൻ ഇവൻ ആരാണെന്നറിയില്ലല്ലോ. അപ്പോൾ തൻ്റെ കിങ്കരന്മാരെ വിളിച്ചു പറയുകയാണ്, നിങ്ങളെല്ലാവരും ആയുധങ്ങളെല്ലാം എടുത്ത് തോണികളൊക്കെ ബന്ധിച്ച് സന്നദ്ധരായി നിൽക്കുക. ഞാൻ അവിടെ ചെന്ന് നോക്കി അവരെ വന്നിച്ചാലുടൻ അവർ മിത്രങ്ങളോ ശത്രുക്കളോ എന്നറിയാം. അവർ ശത്രുക്കളാണെങ്കിൽ ഒറ്റ എണ്ണം പോലും ജീവനോടെ തിരിച്ചു പോകാൻ അനുവദിക്കരുത്. അതല്ല മിത്രങ്ങളെങ്കിൽ നാം അവരെ തോണിയിൽ കയറ്റി അക്കരെ കടത്തുകയും വേണം. അവർക്കൊരു വിഘ്നവും ഉണ്ടാകാതെ നോക്കുകയും വേണം എന്നിങ്ങനെ ഗുഹൻ പറയുന്നു. അതിനുശേഷം പല വിധത്തിലുള്ള കാഴ്ച വസ്തുക്കളൊക്കെയായി വന്നിരിക്കുന്നവർ ആരെന്നറിയാനായി ഗുഹൻ പോവുകയാണ്. അവിടെ ചെന്ന ഗുഹൻ കാണുന്നത് ഭരതനെയാണ് കാണുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് രാമായണത്തിൽ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരതം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ. ചീരാംബരം താപസവേഷം ധരിച്ച് ജടയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് ശ്രീരാമമന്ത്രം ശ്രീരാമ ശ്രീരാമ എന്ന് ജപിച്ചുകൊണ്ട് ആ ധീരനായ കുമാരൻ, അതുപോലെ തന്നെ അനുജനോടുകൂടി രഘുവര സോദരനായ അനുജൻ ശത്രുഘ്നോടുകൂടി മാരസമാന ശരീരം കാമദേവനെ പോലെ മനോഹരമായ ശരീരത്തോടുകൂടി അങ്ങനെ ആ കാരുണ്യസാഗരമായ ഭരതനെയാണ് കാണുന്നത്. ഇത് കണ്ട് ഗുഹൻ്റെ മനസ്സ് കുളിർത്തു. സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. എന്നിട്ട് ഗുഹനെ വേഗം ഭരതൻ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ ആ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ഭരതൻ പറയുകയാണ്, ഉത്തമ പുരുഷന്മാരിൽ അത്യുത്തമനാണ് ഈ ലോകത്തിനെല്ലാം ആലംബനഭൂതനാകിയ ആ രാഘവൻ അങ്ങയുടെ ഈ ശരീരം കെട്ടിപ്പുണർന്നുവല്ലോ. ലക്ഷ്മി ഭഗവതിക്കല്ലാതെ മറ്റാർക്കാണ് ഇങ്ങനെ ഒരു ഭാഗ്യം കൈവന്നിട്ടുള്ളത്. ആയതിനാൽ എൻ്റെ സുഹൃത്തെ, നീ പരമഭാഗ്യവാൻ തന്നെ. എവിടെ നിന്നാണ് രാമനെയും ലക്ഷ്മണനെയും ജ്യേഷ്ഠത്തെയും നീ കണ്ടത്? നീ രാമനോട് എന്തു പറഞ്ഞു? രാമൻ നിന്നോട് എന്തു പറഞ്ഞു? എവിടെയാണ് സീതയോടുകൂടി രാമൻ ഉറങ്ങിയത്? അവിടെ നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അത്യധികം സന്തോഷത്തോടെ ആണ് ഇങ്ങനെ ഭരതൻ ചോദിക്കുന്നത്. ഗുഹനും ആ സ്ഥലങ്ങളെല്ലാം ഭരതനെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു വൃക്ഷച്ചുവട് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, അവിടെയാണ് രാമൻ സീതാദേവിയോടുകൂടി ശയിച്ചത് എന്ന് പറയുമ്പോൾ വേഗം അവിടെ കണ്ടിട്ട് ഭരതൻ ഇങ്ങനെ വളരെ സങ്കടത്തോട് പറയുക, സീതയെ മനോഹരി, ഈ പരുവരുത്ത ഈ കുശപ്പുല്ലുകൾക്ക് മീതെയാണോ എൻ്റെ സഹോദരനോടൊപ്പം അവിടുന്ന് ശയിച്ചത്? ഇതിനെല്ലാം കാരണം ഞാനാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഈ ജീവൻ തന്നെ ത്യജിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ആ പാപിയായ കൈകേയിയുടെ ഉദരത്തിൽ ജനിച്ചത് കാരണം ഞാനും പാപിയായി തീർന്നല്ലോ. അനുജൻ എത്ര ഭാഗ്യവാനാണ്. അവന് ജ്യേഷ്ഠനെ പരിചരിച്ച് കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചല്ലോ. ശ്രീരാമദാസദാസന്മാർക്കും ദാസനായിരിക്കും, അതായത് ശ്രീരാമദാസദാസന്മാരുടെ ദാസനായിരുന്ന് അവരെ പരിചരിച്ചിരിക്കുന്നതായിരിക്കും ഇത് ഉള്ള ഒരേ ഒരു മാർഗം, എൻ്റെ ഈ പാപം പോക്കാനുള്ള മാർഗം എന്ന് ഭരതൻ വിചാരിക്കുകയാണ്. ഇനി അടുത്ത് പിന്നെ ഗുഹനോട് ചോദിക്കുകയാണ്, ചൊല്ലു ഗുഹ, എവിടെയാണ് ശ്രീരാമൻ വസിക്കുന്നത്? ഒന്ന് കാണിച്ചു തന്നാലും എനിക്ക് ജ്യേഷ്ഠനെ കാണാൻ തിടുക്കമായി എന്ന് പറയാം. ശ്രീരാമനിൽ ഇത്രമാത്രം ഭക്തിയുള്ള അങ്ങ് ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ തന്നെ. കേട്ടാലും ഈ ഗംഗാനദി അങ്ങ് കടന്നിട്ട് ആ കാണുന്ന ചിത്രകൂടാചലം കണ്ടോ? അതിനടുത്താണ് ശ്രീരാമൻ അനുജനോടും ഭാര്യയോടും കൂടി വസിക്കുന്നത് എന്ന് ഗുഹൻ കാണിച്ചു കൊടുക്കുന്നു. ഗുഹൻ്റെ വാക്കുകൾ കേട്ട് ഭരതൻ ശീഘ്രം അവിടേക്ക് തിരിക്കുകയാണ്. ഗുഹൻ ഗംഗാനദി കടക്കുന്നതിനായിട്ട് തോണി ഏർപ്പാട് ചെയ്യുന്നു. ഭരതനും ശത്രുഘ്നനും മാത്രമല്ലല്ലോ, വൻപടയില്ലേ കൂടെ എല്ലാവരും. അപ്പോൾ ഗുഹൻ ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാവരെയും ഗംഗാനദി കടത്തുവാനായി വലിയ കഴയുള്ള
വലിയ വള്ളങ്ങൾ, അതായത് 500ഓളം തോണികൾ നിരത്തി നിർത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ തോണിയിൽ വസിഷ്ഠ ഗുരു, പത്നി, ഭരതൻ, ശത്രുഘ്നൻ, അമ്മമാരായ രാജമാതാക്കൾ, മറ്റു രാജപത്നിമാർ, മറ്റ് സാമന്തന്മാരായ രാജാവർ, ഇങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ആ വലിയ തോണിയിൽ കയറ്റി ഗുഹൻ തുഴയുന്നു. മറ്റുള്ളവരെല്ലാവരും ഓരോരോ തോണികളിലായി കയറിയിട്ട് ഗംഗാനദി കടന്ന് ആ ഭരദ്വാജാശ്രമത്തിലാണ് ആദ്യം എത്തുന്നത്. അത് വന്യജന്തുക്കളെല്ലാം അവിടെ മിത്രതയോടെ വാഴുന്ന പ്രദേശമാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുകയാണ് ഈ ശത്രുഘ്നനും ഭരതനും. അവിടെ ഭരദ്വാജാശ്രമത്തിൽ എത്താൻ നേരം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ കൂടെ അകമ്പടി സേവിച്ച സൈന്യങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ ദൂരെ നിർത്തിയിട്ട് ഭരതനും ശത്രുഘ്നനും മാത്രമാണ് ആശ്രമത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ ജഡാവൽക്കലധാരിയായ താപസവേഷത്തിൽ വന്ന് ഈ ഭരദ്വാജാശ്രമത്തിൽ വന്നിട്ട് ഭരദ്വാജ മുനിയെ നമസ്കരിക്കുന്ന ഭരതനെയും ശത്രുഘ്നെയും കണ്ടിട്ട് ഭരദ്വാജ മുനി പറയുകയാണ്, ഈ വേഷത്തിൽ എന്താണിങ്ങനെ? രാജ്യത്തെ പരിപാലിച്ച് പ്രജകളാൽ സേവിതനായിരിക്കേണ്ട നീ എന്തിനായിട്ടാണ് ഈ താപസവേഷം സ്വീകരിച്ചിരിക്കുന്നത്? ഇത് നിനക്ക് ഒട്ടും യോജിക്കുന്നില്ല, പറയൂ. ഈ സന്നാഹങ്ങളൊക്കെയായി എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഭരതൻ ഇത് കേട്ടപ്പോൾ പറയുകയാണ്, മഹാതപസ്വിയായ അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങേക്ക് അറിയാത്തതായിട്ട് എന്താണ് ഈ ലോകത്തിലുള്ളത്? എന്നിരുന്നാലും വാസ്തവം ഞാൻ പറയുന്നുണ്ട്, എൻ്റെ സങ്കടം പോവാനായി അനുഗ്രഹിക്കണേ എന്ന് മഹർഷിയുടെ മുൻപിൽ പ്രണമിച്ച് പറയുകയാണ്. രാമാഭിഷേകം മുടങ്ങാൻ കാരണം രാമൻ്റെ തൃപ്പാദങ്ങളാണ്, ഞാനല്ല. എൻ്റെ മാതാവാകിയ കൈകേയിയുടെ വാക്കുകൾ മൂലമാണ് രാമന് കാനനവാസം വരിക്കേണ്ടി വന്നത്. ഞാൻ ശുദ്ധനോ അശുദ്ധനോ എന്നത് ഈ പാദപത്മങ്ങൾ തന്നെയാണ് പ്രമാണം. ഈ തൃപ്പാദങ്ങൾ ഭജിക്കുക എന്നതല്ലാതെ മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല. ശ്രീരാമൻ്റെ പാതാരവിന്ദങ്ങളിൽ ഇതെല്ലാം കാഴ്ചവെച്ചിട്ട് ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുപോയി രാജ്യഭാരം ഏൽപ്പിച്ച് ആ തൃപ്പാദങ്ങൾ സേവിച്ച് കഴിയണം. അതുമാത്രമേ എനിക്ക് കാംക്ഷയുള്ളൂ. ഭരതൻ്റെ വാക്കുകൾ കേട്ട മുനി ഭരതനെ കെട്ടിപ്പിടിച്ച് ആശീർവദിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, വത്സ, വൃത്താന്തമെല്ലാം ഞാൻ ജ്ഞാനദൃഷ്ടിയാ കണ്ടറിഞ്ഞിരിക്കുന്നു. ഒട്ടും വ്യസനിക്കേണ്ട. ലക്ഷ്മണനേക്കാൾ ലക്ഷ്മീപതിയായ ആ രാമനിൽ ഭക്തിയുള്ളത് നിനക്കാണ്. നിന്നെയും നിന്റെ കൂടെ വന്നവരെയും ഞാൻ നന്നായിട്ട് സൽക്കരിക്കുന്നുണ്ട്. ഊണും കഴിഞ്ഞുറങ്ങി പുലർകാലത്ത് രഘുനാഥനെ കാണാൻ പുറപ്പെടാം. ഇങ്ങനെ മഹർഷി പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ തന്നെ ആകട്ടെ മഹർഷി എന്ന് ഭരതനും പറയുന്നു. ആ ഭരദ്വാജ മുനി എന്നിട്ട് പെട്ടെന്ന് ഹോമം കുണ്ടത്തിനരികെ ചെന്ന് പൂജകളും ഹോമങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ മുനിയുടെ തപശക്തി കൊണ്ട് അവിടെമെല്ലാം ദേവലോകത്തിന് സമമായി തീർക്കുകയാണ്. ആ ദേവലോകത്തിന് സമമായി അവിടെ എല്ലാം കാണപ്പെട്ടു. അപ്പോൾ സാക്ഷാൽ കാമധേനുവിനെ തന്നെ അങ്ങോട്ടേക്ക് വരുത്തി. വൃക്ഷങ്ങളെല്ലാം ദേവന്മാരായി കാണപ്പെട്ടു, ലതകളെല്ലാം അവരുടെ പത്നിമാരായിട്ടും. പല പ്രകാരത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ, ഭോജനശാലകൾ, സേനാഗ്രഹങ്ങൾ, താമസിക്കാൻ എല്ലാവർക്കും സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ കൊണ്ട് അലങ്കൃതമായ രാജമന്ദിരങ്ങൾ, അങ്ങനെ കണ്ടാൽ അതിശയിക്കുന്ന രീതിയിൽ പെട്ടെന്ന് ആശ്രമം മാറി. അപ്പോൾ ഈ മുനിയുടെ വൈഭവം എത്ര ഐശ്വര്യം എന്നിങ്ങനെ ഇവർ വിചാരിക്കുകയാണ്. അനന്തരം ആദ്യം കുലഗുരുവായ വസിഷ്ഠനെയും പിന്നീട് മറ്റുള്ളവരെയും ശാസ്ത്രവിധി പ്രകാരം പൂജിച്ച് ആദരിക്കുകയാണ്. അവരെല്ലാവരും ഇന്ദ്രലോകത്തിന് സമമായ, അമരാവതിക്ക് സമമായ, അല്ലെങ്കിൽ അമരാവതിയിൽ വാഴും പോലെ അന്നിവിടെ താമസിക്കുന്നു. രാവിലെ ഉണർന്ന് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഭരദ്വാജ മുനിയെ വന്നിച്ച് അനുഗ്രഹവും അനുവാദവും വാങ്ങി ചിത്രകൂടാചലത്തിൽ ശ്രീരാമൻ താമസിക്കുന്നിടത്തേക്ക് പുറപ്പെടുകയാണ്. സൈന്യത്തെ ഒരിടത്ത് താമസിപ്പിച്ചിട്ട് അവർ ഓരോരുത്തരോടും രാമനെവിടെ താമസിക്കുന്നു എന്നിങ്ങനെ കാണുന്നവരോടൊക്കെ ചോദിച്ചാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു മുനിശ്രേഷ്ഠൻ പറഞ്ഞു, ഉത്തരതീരെ സരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമപൂരുഷൻ വാഴുന്നിതെന്ന്. ഇത്രയും കേട്ടതും കൗതുകത്തോടെ ആ ഭരതന് മനോഹരമായ ആ അത്യത്ഭുതകരമായ ആ രാമചന്ദ്രാശ്രമം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചെടുത്തേക്ക് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി ആശ്രമത്തിൻ്റെ വർണ്ണനയാണ്. പുഷ്പദലപൂർണവല്ലീതരു ഷഷ്പരമണീയ കാനനമണ്ഡലേ ആമ്രകദളി ബഹുള പനസങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമ്രം മാവാണ്, വാഴ കദളിയെ വാഴയായാണ് പറഞ്ഞിരിക്കുന്നത്. ബഹുള ഇലഞ്ഞി, പനസങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാവ്, ആമ്രാതം അമ്പഴം, നീർമരുത്
അർജുനം. അതായത് വെറ്റിലക്കൊടിയാണ് നാഗപുന്നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, നാഗം വെറ്റിലക്കൊടി, ജാതി പുന്നാഗം. ഇങ്ങനെ കേരപൂഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് തെങ്ങ്, കമുക്. കോവിതാരങ്ങൾ മന്ദാരം. ഏരണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആവണക്കിനെയാണ്, ആവണക്ക്. ചമ്പകം, അശോകം, അങ്ങനെ പല ജാതി പുഷ്പങ്ങളും അവരുടെ ആ ലതകളും. മാലതീജാലപ്രമുഖ ലതാവലീശാലികളായ തമാലസാലങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്ന മുല്ലാം, ജമന്തി, അങ്ങനെയുള്ള ലതകൾ. ഭൃംഗാദി നാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി നാനാമൃത വ്രാതലീലയും, നാനാമൃത വ്രാതലീലയും. അങ്ങനെ വണ്ടുകൾ മൂളുന്ന ശബ്ദം, പക്ഷികളുടെ ആ കലകല ശബ്ദം, അതുപോലെ തന്നെ ആന, പാമ്പ്, കുരങ്ങ്, ഇവയെല്ലാം ഇങ്ങനെ തൂങ്ങിക്കളിച്ചാടുന്ന ആ കുരങ്ങന്മാരുടെ ലീലകളും, വൃക്ഷശാഖകൾ ഇങ്ങനെ ഉണങ്ങാനിട്ടിരിക്കുന്ന വൽക്കലങ്ങൾ, മരവുരികൾ, അങ്ങനെ അതൊക്കെ കൊണ്ടിങ്ങനെ അലങ്കൃതമായ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാമാശ്രമം. ഭരതൻ ആ ആശ്രമത്തെ കണ്ടിട്ട് തന്നെ വണങ്ങുകയാണ്. ഭൂമിയിൽ പതിഞ്ഞു കണ്ട രാമപാദങ്ങൾ. അങ്കുശാബ്ജ ധ്വജ വജ്രമത്സ്യാങ്കിതം എന്ന് എഴുതിയിരിക്കുകയാണ്. അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാങ്കിതം എന്ന് പറഞ്ഞാൽ ഇവിടെ അതായത് ശംഖചക്രഗത സരോരുഹമാണ്. ആ ശ്രീരാമൻ്റെ പാദത്തിൽ തെളിഞ്ഞു കണ്ട ആ ചിഹ്നങ്ങൾ എല്ലാവർക്കും ഒന്നും അങ്ങനെ കാണാൻ കിട്ടുകയില്ല. ഇവിടെ ആനത്തോട്ടി, താമരപ്പൂവ്, കൊടിമരം, വജ്രം, മത്സ്യം, ഇവയാണ് ആ ചിഹ്നങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് പാദമുദ്രകൾ കണ്ടിട്ട് താഴെ വീണുരുണ്ട് അവിടെ നിന്നും ആ പൊടി വാരി തലയിൽ അണിഞ്ഞിട്ട് പണ്ട് ചെയ്ത സുഹൃതത്തിൻ ഫലമായിട്ടാണ് എനിക്കിന്നിങ്ങനെ ഇത് കാണാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ് ഞാൻ ധന്യനായിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് ഭരതൻ. ആ ശ്രീരാമപാദപത്മങ്ങൾ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. ഈ പാദധൂളികൾ, അതായത് ഈ പാദമുദ്ര പതിഞ്ഞ, ആ പാദങ്ങൾ പതിഞ്ഞ സ്ഥലത്തെ ആ പൊടി അന്വേഷിച്ചലയുകയാണ് വേദാവും ഈശനും ദേവകദംബവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേദങ്ങളും നാരദാദി മുനിവൃന്ദവും ഈ അടയാളങ്ങൾ കാണാൻ ഭക്തന്മാർക്ക് മാത്രമേ ആ ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഭക്തി ഭരതൻ ഉണ്ടായതുകൊണ്ടാണ് കാണാൻ കഴിഞ്ഞതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഓർത്ത് അത്ഭുതത്തോടും അതുപോലെ ആനന്ദം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടും കൂടി പതുക്കെ പതുക്കെ ആശ്രമത്തിലേക്ക് ഭരതൻ എത്തുകയാണ്. ആ ഭരതന് മുമ്പിൽ ആ സുന്ദര കളയബരം കാണപ്പെട്ടു എന്ന് പറഞ്ഞ് ഇനിയെല്ലാം രാമൻ്റെ വർണ്ണനയാണ്. സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരമിന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദിതമിന്ദിരാ മന്ദിരോരസ്ഥലമിന്ദ്രാവരജമിന്ദീവരലോചനം ദുർവാദളനിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദളേക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാഭപ്രസന്നവക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുത്സമാങ്കിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോദമാനമാത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിതപാദപങ്കേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണപ്രവരപല്യംഗകം കുക്ഷിസ്ഥിതാനേകപത്മജാണ്ഡം പരം കാരുണ്യപൂർണം ദശരഥനന്ദനമാരണ്യവാസരചികം മനോഹരം. ഇത് ശ്രീരാമൻ്റെ വർണ്ണനയാണ്. ഇത്രയും ഭരതൻ കണ്ട ശ്രീരാമൻ്റെ രൂപം, ആ സുന്ദരം രാമചന്ദ്രം, പരമാനന്ദം, ആ പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്നതാണ് ആ രൂപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പരമാനന്ദ സ്വരൂപനായ മന്ദിരം, ആ പരമാനന്ദ സുന്ദരനായ രാമൻ പരമമായ ആനന്ദത്തെ തരുന്ന ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്ന ഭഗവാന്റെ ആ ഉരസ്ഥലം, ഇവിടെ വന്ദിതം ഇന്ദിരാമന്ദിരോരസ്ഥലം എന്ന് പറഞ്ഞ ഉരസ്ഥലം എന്ന് പറഞ്ഞാൽ വക്ഷസ്ഥലം. ഭഗവാന്റെ ആ വക്ഷസ്ഥലത്തിൽ ലക്ഷ്മീ ദേവിയാണല്ലേ. പിന്നെ ഇന്ദ്രാവരജൻ എന്ന് പറഞ്ഞാൽ അവരജൻ, ഇന്ദ്രൻ്റെ അനുജനായിട്ട് വാമനൻ ജനിച്ചിട്ടുണ്ട്, അതിഥിയുടെ മകനായിട്ട്. അതായത് ഇന്ദ്രൻ്റെയും അനുജനായി പൂർവ്വജന്മത്തിൽ ജനിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്.
ആ വാമനമൂർത്തിയായി ജനിച്ച അനുജൻ. അതുപോലെ തന്നെ ദുർവാനിഭ ദളശ്യാമളം എന്ന് പറഞ്ഞിരിക്കുന്ന കറുകപ്പുല്ലിൻ്റെ കളറാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കറുകയ്ക്ക് തുല്യമായ എന്ന് പറഞ്ഞാൽ കറുകയ്ക്ക് കറുത്തതല്ല, ഒരു നീല കലർന്ന കറുപ്പ് നിറമുള്ള എന്നാണ് ഉദ്ദേശം. ശ്യാമള വർണ്ണം. തൻ്റെ പൂർവജനായിട്ടുള്ള ആ വാമനനായി ജനിച്ചു. അതുപോലെ തന്നെ നീലത്താമര ഇതൾ പോലെയുള്ള കണ്ണുകളോടുകൂടിയ രാമൻ. ജഡാമകുടം, അതായത് മകുടം, കിരീടമായിട്ട് ജഡയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വൽക്കലമാണ് ജഡ, വൽക്കലാംബരം, അമ്പരം വസ്ത്രമാണ്. ചന്ദ്രബിംബം പോലെ പ്രസന്നമായ മുഖമാകുന്നു. അതുപോലെ തന്നെ ഉദിച്ചുയരുന്ന 10,000 സൂര്യന്മാരെ പോലെ. ആ ഉദിച്ചു വരുന്ന സൂര്യനെ നമ്മൾ ബാലസൂര്യന്മാർ എന്നാണ് പറയുന്നത്. അത് ശോഭയുള്ള പ്രകാശമുള്ള രശ്മികളാണല്ലോ, അത് ചൂടില്ല, നമുക്ക് കുളിർമയാണത് കാണുമ്പോൾ. അതാണ് അതുപോലെ ശോഭയാർന്ന് മിന്നൽക്കൊടിക്ക് സമാനയായ വിദ്യാസ്വരൂപിണിയായ ജാനകിയുമായി അങ്ങനെ കളിചിരിയോടെ ഇരിക്കുന്ന ആ പ്രകാശിക്കുന്ന, ആ സ്വയം പ്രകാശിക്കുന്ന ഭഗവാൻ, ആ വക്ഷസിൽ ശ്രീവത്സം എന്ന ചിഹ്നം അവ്യയം, അതിന് മാറ്റമില്ല, അതെന്നും അങ്ങനെ പതിഞ്ഞിരിക്കും. അതാണ് മാറ്റമില്ലാത്ത ആ ശ്രീവത്സത്തോടു കൂടിയത്. ലക്ഷ്മീതിവാസം ജഗന്മയം, ലക്ഷ്മി നിവസിക്കുന്നതും ആ വക്ഷസ്ഥലത്ത് തന്നെയാണ്. ജഗത്മയം എന്ന് പറഞ്ഞാൽ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജഗന്മയനായിരിക്കുന്ന ച്യുതിയില്ലാത്തവൻ അച്യുതൻ, ലക്ഷ്മണനാൽ സേവിക്കപ്പെട്ട് പണ്ട് മുതലേ ലക്ഷ്മണനാൽ സേവിക്കപ്പെട്ടവനാണ്. പുരാതനം തൃപ്പാദപത്മങ്ങൾ, ആ ലക്ഷ്മണനാൽ സേവിക്കപ്പെട്ട തൃപ്പാദപത്മങ്ങൾ. ലക്ഷ്മണന് തൻ്റെ ജീവിത ലക്ഷ്യം പണ്ടേ തന്നെ അവിടുന്നാണ്. നമുക്കറിയാം ആദിശേഷനാണ് ലക്ഷ്മണനായി ജനിച്ചിരിക്കുന്നതെന്ന്. ആ ലക്ഷ്മണൻ, ആ ഭഗവാൻ ശയിക്കുന്നത് എപ്പോഴും ലക്ഷ്മണനായ ആദിശേഷൻ്റെ മുകളിലാണല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് പണ്ടേ മുതൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ദക്ഷപ്രജാപതിയുടെ ശത്രുവായ എന്ന് പറഞ്ഞാൽ ദക്ഷപ്രജാപതിയുടെ ശത്രു പരമേശ്വരനാണ്. ആ പരമേശ്വരനാൽ സേവിക്കപ്പെട്ടവനാണ് അവിടുന്ന്. പക്ഷികളുടെ ഇന്ദ്രൻ, അതായത് പക്ഷീന്ദ്ര വാഹനം, ഗരുഡൻ വാഹനമായിട്ടുള്ളവൻ, രാക്ഷസന്മാരെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചിട്ടുള്ളതാണ്. അതാണ് രക്ഷോ വിനാശനം. ഇനി രക്ഷാ വിചക്ഷണം എന്ന് പറഞ്ഞാൽ അതായത് രക്ഷിക്കുന്നതിൽ സമർത്ഥനാണ്. ആരെയാണ് രക്ഷിക്കുന്നത്? തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ രക്ഷിക്കുന്നതിൽ സമർത്ഥനായിട്ടുള്ളവൻ. ഇനി ചക്ഷുശ്രവണ പ്രവരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചക്ഷുസ് കണ്ണാണ്, ശ്രവണം ചെവിയാണ്. കണ്ണുകളുടെ സ്ഥാനത്ത് ചെവിയുള്ളവൻ പാമ്പുകളാണ്. അങ്ങനെ ആ പാമ്പുകളിൽ ശ്രേഷ്ഠനായവനെ പല്യംഗകം, ആ ശയ്യയാക്കി വെച്ചിരിക്കുന്നവൻ, അതായത് അനന്തൻ്റെ മുകളിൽ, ആദിശേഷൻ്റെ മുകളിൽ ആദിശേഷനെ ശയ്യയാക്കി വെച്ചിട്ടുള്ളവൻ. അങ്ങനെ ബ്രഹ്മാണ്ടത്തെ തൻ്റെ കുക്ഷിയിൽ ഉദരത്തിൽ ലയിപ്പിച്ചു വെച്ചിട്ടുള്ളവൻ, ശ്രേഷ്ഠനായ കാരുണ്യപൂർണനായ ആ ഭഗവാന്റെ, ആ ദശരഥനന്ദനൻ്റെ ആരണ്യവാസം എത്ര മനോഹരമാണ് എന്ന് ഇങ്ങനെ ആ ഭഗവാനെ നോക്കിയിട്ട് ഭരതൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതാണ് ഇവിടെ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ട് ആ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ് ഭരതൻ. എന്തിനാണ് ദുഃഖം? താൻ കാരണം വനവാസം വേണ്ടി വന്നുവല്ലോ എന്ന് ദുഃഖിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രൂപം എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ എന്ന ഭാഗ്യം, അതുപോലെ ആ ഭഗവാനോടുള്ള ഭക്തി, ഇതെല്ലാം നിറഞ്ഞ് ഇങ്ങനെ കാൽക്കൽ വീണ ഭരതനെയും ശത്രുഘ്നെയും ദീർഘശ്വാസം, അവിടെ ആ വരികളിങ്ങനെ ദ്വിതീയാക്ഷരപ്രാസം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ വരികളെല്ലാം. ആ ദീർഘശ്വാസം ഉതിർത്ത് ദീർഘങ്ങളായ കൈകളാൽ ആലിംഗനം ചെയ്യുന്നു. രണ്ടുപേരും ദീർഘനേത്രങ്ങളിൽ നിന്ന്, അതായത് നീളമുള്ള കണ്ണുകൾ, മനോഹരമായ നയനങ്ങളിൽ നിന്ന് അർത്ഥമുള്ളൂ. ദീർഘസമയം കണ്ണുനീരും അവരുടെ കണ്ണുകളിൽ നിന്ന് ഈറ്റിറ്റ് വീഴുകയാണ്. ശ്രീരാമൻ തൻ്റെ മടിയിലിരുത്തി തൻ്റെ മക്കളെ എന്ന പോലെ ചേർത്ത് പിടിച്ച് ഇവരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ് ഭഗവാനെ. അതായത് ഇവിടെ ഭഗവാനുമായിട്ടുള്ള ആ സംഘം, സത്സംഗം, ഏറെക്കാലമായി സേവിക്കുന്ന ആ ലക്ഷ്മണനും തൻ്റെ സഹോദരനെ വന്ദിക്കുകയാണ്. ഇത്തരം ആ സത്സംഗം, ആ ഭഗവാന്റെ സംഘം കൊണ്ട് ഇവർക്ക് ഒരുപാട് അനുഭൂതി ഉണ്ടാവുകയാണ്, സന്തോഷത്തിൻ്റെ അനുഭൂതി. അങ്ങനെ പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ദിക്കുന്നു. ഈ സമയത്ത് ഒരുപാട് നേരമായി വെയിലിൽ ഇങ്ങനെ വലഞ്ഞ പശുക്കൾ എങ്ങനെ ഒരു ജലാശയം കണ്ടാൽ അങ്ങോട്ട് ഓടിയെത്തുമോ, അതുപോലെ ആ ദാഹം കൊണ്ട് വലഞ്ഞ പശുക്കൾ ജലാശയം കാണുമ്പോൾ ഓടിയെത്തുന്നത് പോലെ അമ്മമാരും മറ്റുള്ളവരും രാമൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. ആ കൗസല്യ ബാഷ്പധാരയാൽ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്.
മകനെ കണ്ടതും കൗസല്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സന്തോഷം കൊണ്ട്. ദുഃഖം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ? സന്തോഷം കൊണ്ടല്ലേ. അപ്പോൾ ആ കെട്ടിപ്പിടിച്ച കൗസല്യയ്ക്ക് മാതൃസഹജമായ വാത്സല്യത്താൽ തൻ്റെ മുലകൾ ചുരന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ പരസ്പരം അമ്മമാരെ മക്കളെല്ലാവരും വണങ്ങുകയാണ്. പിന്നീട് കണ്ണുനീർ തുടച്ച് ആശ്വസിക്കുന്നു കൗസല്യ. വസിഷ്ഠ മഹാമുനി എത്തിയത് കണ്ട് ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. എന്നിട്ട് ശ്രീരാമൻ പറയുകയാണ്, ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ വസിഷ്ഠനെ കാണുന്നത്. അപ്പം ശ്രീരാമൻ പറയുന്നു, അവിടുത്തെ ദർശനത്താൽ ഞാനിന്ന് എത്രയും ഭാഗ്യമുള്ളവനായിരിക്കുന്നു. താതന് സൗഖ്യമല്ലേ? എന്നെ പിരിഞ്ഞതിനാൽ താതൻ്റെ മനസ്സിൽ ഖേദമുണ്ടോ? എന്താണ് എന്നോട് പറയാനായി ചൊല്ലി അയച്ചിരിക്കുന്നത്? എന്ത് സന്ദേശമാണ് എനിക്ക് വേണ്ടി അയച്ചിരിക്കുന്നത്? സൗമിത്രിയെ പറ്റി എന്താണ് പറഞ്ഞത്? സീതയെ പറ്റി എന്താണ് പറഞ്ഞത്? ഇപ്പോൾ വേഗം വസിഷ്ഠൻ പറയാണ്, ബുദ്ധിമാന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ രാമ, താതൻ്റെ വാർത്തകൾ കേട്ടാലും, അതായത് ഭഗവാനാണെങ്കിലും ഈ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. താതൻ നിങ്ങളെ പിരിഞ്ഞതിൽ ദുഃഖിതനായി സീതയെ രാമ ലക്ഷ്മണ എന്നിങ്ങനെ വിളിച്ചു കരഞ്ഞ് ദേവലോകം പോകി. താതനെ ഓർത്ത് ദുഃഖിക്കണ്ട. അവിടെ ഇന്ദ്രൻ്റെ സവിധത്തിലെ ഇന്ദ്രസിംഹാസനത്തിൻ്റെ പകുതി തന്നെ താതന് കൊടുത്തിട്ടുണ്ട്. അവിടെ ദേവന്മാരുടെ അടുത്ത് വളരെ സൗഖ്യത്തോടെ താമസിക്കുകയാണ്. അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് വസിഷ്ഠ ഗുരു പറയുകയാണ്. എന്നാൽ ശ്രീരാമൻ ചെവികളിൽ ശൂലം കുത്തിക്കയറുന്നത് പോലെ വേദനാജനകമായ ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഭൂമിയിൽ വീഴുകയാണ് മോഹിച്ച്. ആ മനുഷ്യ സഹജമായിട്ട് ഉള്ള ഒരു ഇമോഷനാണത്. ഭഗവാന്റെ അവതാരമാണെങ്കിലും എല്ലാ പ്രവൃത്തികളും മനുഷ്യ സഹജമാണ്. എപ്പോഴും ദുഃഖത്തോടെ ബോധം കിട്ടി വീഴുന്ന ആ രാമനെ കണ്ടിട്ട് കൂടെ ഉണ്ടായിരുന്നവർ, അമ്മമാരും മറ്റുള്ളവരും ഉറക്കെ കരയുവാൻ തുടങ്ങി. അതുകണ്ട് ആ കരയുവാൻ തുടങ്ങിയിട്ട് രാമൻ വീണ്ടും ബോധം തെളിഞ്ഞ് എഴുന്നേറ്റിരുന്നിട്ട്, എൻ്റെ താത എന്നെ ഉപേക്ഷിച്ചിട്ട് ഏതൊരു ദിക്കിലേക്കാണ് പോയത്? ഞാനും മരിച്ചുവല്ലോ, അനാഥനായി പോയല്ലോ. എനിക്കിനി ആരുണ്ട്? എന്നെ ചേർത്ത് പിടിച്ച് ലാളിക്കാനായി ആരുണ്ട്? എനിക്കിനി ജീവിക്കാൻ ആശയില്ല, ദേഹത്തെ ത്യജിക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ കരയും. അതുകൊണ്ട് സീതയും ലക്ഷ്മണനും എല്ലാം കൂടെ കരയുകയാണ്. വസിഷ്ഠ മഹർഷി അവരെ സാന്ത്വനിപ്പിച്ചിട്ട് ഉദകക്രിയകൾ ചെയ്യാൻ പറയുകയാണ്. മന്ദാകിനി നദിയിൽ, അതായത് ഗംഗാ നദിയിൽ ഇറങ്ങി കുളിച്ച് അവർ ക്രിയാകർമ്മങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നു. അങ്ങനെ പിണ്ടം വെക്കാനായിട്ട് നമ്മുടെ ഇപ്പോൾ നമുക്ക് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ താമസിക്കുന്നവർ നാട്ടിലെ പോലെ ചോറ് വനത്തിൽ കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഓടപ്പിണ്ണാക്കിൽ തേൻ ചേർത്ത് കുഴച്ച് പിണ്ടം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യാതൊരന്നം താൻ ഭുജിക്കുന്നതും അത് സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ. അപ്പം താൻ എന്ത് ഭക്ഷണം കഴിക്കുന്നുവോ അതാണ് പിതൃക്കൾക്കും നൽകുക എന്നാണ് വേദങ്ങളിലും സ്മൃതികളിലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പിണ്ടദാനം കഴിഞ്ഞതിന് ശേഷം കുളിച്ച് പുണ്യാഹവും കഴിച്ച് എല്ലാവരും അന്നത്തെ ദിവസം ഉപവാസം അനുഷ്ഠിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഗംഗാനദിയിൽ കുളിച്ച് പ്രഭാതവന്ദനം എല്ലാം ചെയ്തു കഴിഞ്ഞ് അന്നത്തെ ദിവസം ആശ്രമത്തിൽ അവിടെ വസിക്കുകയാണ് രാമൻ്റെ കൂടെ. ഇനി അടുത്തത് ഭരതരാഘവ സംവാദമാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഭരതൻ രാഘവനെ ചെന്ന് തൊഴുത് വന്ദിച്ചിട്ട് പറയുകയാണ്, ജ്യേഷ്ഠ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ചെവി തന്ന് കേൾക്കണം. അതായത് ശ്രദ്ധിച്ച് കേൾക്കണമെന്നേ അർത്ഥമുള്ളൂ. അവിടത്തേക്ക് അഭിഷേകത്തിനുള്ള സംഭാരങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സംഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ വേണ്ടതായ സാധന സാമഗ്രികളെല്ലാം. പൈതൃകമായി ലഭിച്ച ഈ രാജ്യവും രാജ്യഭാരവും ജ്യേഷ്ഠൻ കൈയേൽക്കണം. അതായത് ജ്യേഷ്ഠന് അധീനമാണ് എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന് അവകാശപ്പെട്ടതാണ്. അങ്ങയ്ക്കതറിയാമല്ലോ, ക്ഷത്രിയന്മാർക്ക് ശ്രേഷ്ഠമായ ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രജാപരിപാലനമാണ്. അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്ത് തൻ്റെ കീർത്തിയും രാജ്യവും എല്ലാം തൻ്റെ മക്കളിലേക്ക് അർപ്പിച്ച് അവരിലാക്കി അതിന് ശേഷം വേണം വനവാസത്തിന് പോകാൻ. അതായത് 4 ഫേസസ് ഉണ്ടല്ലോ ലൈഫിന്, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, അങ്ങനെ സന്യാസം, അങ്ങനെയുള്ള അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തൻ്റെ മാനുഷികമായ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം വേണം, അവസാനമാണ് വാനപ്രസ്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ധർമ്മവും കർമ്മവും ക്ഷത്രിയന്മാരുടെ. ഇനി എൻ്റെ അമ്മ ചെയ്ത ദുഷ്കർമ്മം മനസ്സിൽ നിന്നും മാറ്റിക്കളയണേ ജ്യേഷ്ഠ. സാഷ്ടാംഗം പ്രണമിച്ചിട്ടാണ് ഭരതൻ ഇങ്ങനെയെല്ലാം പറയുന്നത്. ഭരതനെ വേഗം ശ്രീരാമൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തിയിട്ട് പറയുകയാണ്. അതായത് ഒരു മകനെ എന്ന പോലെ സ്നേഹവാത്സല്യത്തോടെ ശ്രീരാമൻ പറയുകയാണ്, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. താതൻ എന്നോട് 14 വർഷം കാനനത്തിൽ, അതായത് വനത്തിൽ വാഴുകയെന്ന് പറഞ്ഞു. പിതാവിനാൽ നിനക്ക് കൈവന്നത് രാജ്യമാണ്. ഇത് രണ്ടും നമുക്കുള്ള താത നിയോഗമാണ്, അതനുസരിക്കേണ്ടതുണ്ട് നമ്മൾ.
ആരാണോ താതനെ വിരോധിച്ച് പ്രവർത്തിക്കുന്നത് അവൻ ജീവിച്ചിരിക്കലും മരിച്ചവന് തുല്യമാണെന്നറിയുക. പിന്നീട് മരണശേഷം അവൻ നരകത്തിലെത്തിയിരിക്കും, അതിനും ഒരു സംശയവുമില്ല. അതിനാൽ നീ രാജ്യം പരിപാലിക്കുക, അയോധ്യാപുരിയിലേക്ക് മടങ്ങിപ്പോവുക, ഞാൻ ദണ്ഡകാരണ്യത്തിലേക്കും പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭരതൻ അതിനെ തടഞ്ഞിട്ട് പറയുകയാണ്, കാമുകനായ മൂഢനായ ആ താതൻ, സ്ത്രീജിതൻ, ഉന്മത്തൻ, വയോധികൻ, ഇങ്ങനെയെല്ലാം അച്ഛനെ ശകാരിക്കുകയാണ്. എന്നിട്ട് ആ മരിച്ചു കഴിഞ്ഞിട്ടും ആ താതൻ്റെ വാക്കുകൾ കേട്ടിട്ട് ആ രാജാവിൻ്റെ മനസ്സാണെങ്കിലും അദ്ദേഹം ഉചിതമായ തീരുമാനം എടുക്കുന്നതിൽ പരാജിതനായിരിക്കുന്നു. ഇന്ന് ഈ അവസ്ഥയിൽ ആ മന്നവനായൊരു ജ്യേഷ്ഠൻ വാഴണം, അതാണ് ശരി. അങ്ങനെയുള്ള ഈ ഇത്ര അധമനായ രാജാവിൻ്റെ വാക്കുകൾ അനുസരിക്കേണ്ട കാര്യമില്ല, അച്ഛൻ്റെ വാക്കുകൾ അനുസരിക്കേണ്ട കാര്യമില്ലെന്ന് ഭരതൻ പറയുകയാണ്. അപ്പോൾ വേഗം ചിരിച്ചുകൊണ്ടൊരു ചെറിയ പുഞ്ചിരിയോട് ശ്രീരാമൻ ഭരതനോട് പറയുകയാണ്, നമ്മുടെ അച്ഛൻ സ്ത്രീജിതനുമല്ല, കാമുകനുമല്ല, മൂഢനുമല്ല. അതുപോലെ തന്നെ അസത്യഭയം കൊണ്ടാണ് താതൻ ഇപ്രകാരം ചെയ്തത്. നിനക്ക് അപ്രകാരം തോന്നിയേക്കാം, അത് അസത്യമാണ്, അങ്ങനെ അതല്ല വസ്തുത. സജ്ജനങ്ങൾ എപ്പോഴും സത്യത്തെ പരിപാലിക്കാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും, അവരെപ്പോഴും ധർമ്മിഷ്ഠരായിരിക്കും. ഭരതൻ അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ മനത്തിൽ വാഴാം, ജ്യേഷ്ഠൻ രാജ്യം ഭരിക്കുക, അത് തിരിച്ചായാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, വിപിനം എനിക്കും രാജ്യം നിനക്കുമെന്നാണ് താതൻ പറഞ്ഞിരിക്കുന്നത്, അതിനെ മാറ്റിമറിക്കാനൊന്നും പറ്റില്ല, അതും സത്യവിരോധമാണ്, പിതൃനിന്ദയാണ് എന്ന് ഉത്തരമായിട്ട് ഭരതൻ പറയുകയാണ്. എങ്കിൽ ഞാനും ലക്ഷ്മണനെ പോലെ ജ്യേഷ്ഠനോടുകൂടി ഇവിടെ ഈ വനത്തിൽ കഴിയാം, എനിക്കും ജ്യേഷ്ഠൻ്റെ പാദങ്ങൾ നിത്യം പൂജിക്കാമല്ലോ, എനിക്കും ജ്യേഷ്ഠനെ കാണാമല്ലോ നിത്യം. ഇങ്ങനെ ഇതനുവദിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ദേഹം ഉപേക്ഷിക്കും. അതായത് ഇപ്രകാരം പറഞ്ഞ് നിലത്ത് ദർഭ വിരിച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഇങ്ങനെ ഉപവാസം അനുഷ്ഠിച്ച് ദേഹം ത്യജിക്കാൻ പോവുകയാണ്, ജീവൻ ത്യജിക്കാൻ പോവുകയാണ്. ഇങ്ങനെ നിർബന്ധ ബുദ്ധിയോടെ ഈ ഭരതൻ നിൽക്കുന്നത് കണ്ട് ശ്രീരാമൻ വേഗം വസിഷ്ഠ ഗുരുവിൻ്റെ നേരെ കണ്ണ് കാണിക്കുകയാണ് ഭരതനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്. അപ്പം വേഗം വസിഷ്ഠ ഗുരു ഭരതനെ വിളിച്ചു പറയുകയാണ്, ഭരത, നിനക്കറിയാത്ത ഒരു രഹസ്യമുണ്ട്. രാമനായിട്ട് വന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവാണ്. ആ ബ്രഹ്മാവ് പണ്ട് പ്രാർത്ഥിക്കയാൽ ഭൂമിഭാരം തീർക്കാനായിട്ട് ഭൂമിയിൽ വന്ന് ഭൂമിപാലസുതനായി മനുഷ്യനായി പിറന്നതാണ്. യോഗമായാദേവിയായത് സീതാദേവിയും ആദിശേഷനാകുന്നത് ലക്ഷ്മണനുമാകുന്നു. സീതയും രാമനും ലോക മാതാവും ലോക പിതാവുമാണ്, ലോകനാഥയും ലോകനാഥനുമാണ്. ആ രാവണനെ വധിച്ച അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മത്തെ രക്ഷിക്കുന്നതിനായി ദേവന്മാർ അപേക്ഷിച്ചതിന് പ്രകാരമാണ് രാഘവൻ വനത്തിലേക്ക് പുറപ്പെട്ടത്. ആ മന്ധരയുടെ വാക്കുകളും കൈകേയിയുടെ വാക്കുകളും എല്ലാം ദൈവനിയോഗത്താലാണെന്ന് നീ മനസ്സിലാക്കുക. ശ്രീരാമനെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് നിർബന്ധം ഉപേക്ഷിക്കൂ കുമാര നീ എന്ന് വസിഷ്ഠ ഗുരു പറയുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ ആവശ്യപ്രകാരം നീ ഇപ്പോൾ എല്ലാവരോടും കൂടി അയോധ്യയിലേക്ക് തിരിച്ചു പോവുക. 14 വർഷങ്ങൾക്ക് ശേഷം രാവണ വംശത്തെയൊക്കെ നശിപ്പിച്ച് ശ്രീരാമനും സീതയും ലക്ഷ്മണനും അയോധ്യയിലേക്ക് മടങ്ങിയെത്തും വരെ കാത്തിരിക്കുക എന്ന് വസിഷ്ഠ ഗുരു ഭരതനോട് പറയുകയാണ്. ഇത് കേട്ട ഭരതൻ വർദ്ധിച്ച വിസ്മയത്തോടെ, ഇതുവരെ ഭരതൻ അറിയത്തില്ലായിരുന്നു ശ്രീരാമൻ ഭഗവാന്റെ അവതാരമാണെന്ന്. അപ്പോൾ വർദ്ധിച്ച വിസ്മയത്തോടെ ശ്രീരാമൻ്റെ അടുത്ത് എന്ന് വേഗം സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് വീണ്ടും. എന്നിട്ട് പറയുകയാണ്, അങ്ങയുടെ പാദുകങ്ങൾ തന്നാലും, പാദുകങ്ങൾ എന്ന് വെച്ചാൽ മെതിയടിയാണ്, അങ്ങയുടെ പാദുകങ്ങളാണ്, അങ്ങയുടെ ആ തൃപ്പാദങ്ങളാണ് എന്ന് കരുതി ഈ പാദുകങ്ങൾ ഒരു മുടക്കവും കൂടാതെ ദിവസവും എനിക്ക് പൂജിക്കണം, അതിനായിട്ട് തന്നാലും എന്ന് പറഞ്ഞു. ശ്രീരാമൻ മെതിയടി കൊടുക്കുന്നു. വീണ്ടും നമസ്കരിച്ചിട്ട് ശ്രേഷ്ഠമായ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആ പാദുകങ്ങൾ ഭരതൻ തൻ്റെ ശിരസിൽ ചേർത്ത് വെച്ചിട്ട് രാമനെ പ്രദക്ഷിണം ചെയ്യുകയാണ്. പ്രദക്ഷിണം ചെയ്ത് വീണ്ടും സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് എഴുന്നേറ്റിട്ട് പിന്നീട് പറയുകയാണ്, അതായത് മന്വബ്ദപൂർണേ പ്രഥമദിനെ എന്ന് പറഞ്ഞാൽ മന്വബ്ദം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന മന്വന്തരം കൽപ്പമൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു അധ്യായത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ മന്വബ്ദം ഒരു കൽപ്പത്തിൽ 14 മനുക്കളാണുള്ളത്, അതുകൊണ്ട് 14 എന്നുള്ള അക്കത്തിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. ആ 14 വർഷം കഴിഞ്ഞ് അതിനടുത്ത ദിവസം രാവിലെ ജ്യേഷ്ഠൻ വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കും, അഗ്നി കൂട്ടി, അതായത് ചിത കൂട്ടി ചിതയിൽ ചാടി മരിക്കുമെന്നാണ് ഈ ഭരതൻ പറയുന്നത്. ശ്രീരാമൻ വേഗം ഈ ഭരതൻ്റെ ഈ ഭക്തിയും സ്നേഹവും ഒക്കെ കണ്ടിട്ട് കണ്ണുനീര് വരുന്നത് അത് വടിച്ചു കളഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ തന്നെ ഒരു വ്യത്യാസവും ഉണ്ടാകില്ല, 14 വർഷം അവസാനിക്കുന്നതാണ് ഞാൻ വരും എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുക. എല്ലാവരും തിരിച്ചു പോവുകയാണ്. ശൃംഗിവേരാധിപനായ ഗുഹൻ വഴികാട്ടി മുൻപേ നടക്കുന്നു. കൈകേയിയും
ആ ശോകമകന്ന് നടക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കൈകേയിയെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും കൈകേയി വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പം ഗുഹൻ്റെ അനുഭവത്തോടെ ഗംഗാനദി കടന്ന് അയോധ്യയിലെത്തി. അവിടെ രാമനെ തന്നെ വിചാരിച്ച് സുഖമായി വസിക്കുകയാണ് അവർ. ആ ഭരതനെ പോലെ ശത്രുഘ്നനും താപസവേഷം ധരിച്ച് ഭക്തിയോടെ ശ്രീരാമൻ്റെ മെതിയടികളെ ശ്രീരാമ പാദങ്ങളാണെന്ന് സങ്കല്പിച്ച് പൂജിച്ചു പോരുകയാണ്. ഇത് കണ്ട് അയോധ്യാവാസികൾക്കും ഭരതനിലും ശത്രുഘ്നനിലും ഏറെ പ്രീതി വർദ്ധിക്കുന്നു. ആ ശ്രീരാമചന്ദ്രൻ അവിടെയുള്ള മുനികളാൽ, അതായത് ത്രികുടാചലത്തിലെ മുനികളാൽ ഇങ്ങനെ സേവിക്കപ്പെട്ട് ഇങ്ങനെ താമസിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ്, ഈ പ്രദേശം അയോധ്യയിൽ നിന്നും വളരെ അകലത്തിലല്ലാത്തതിനാൽ ഇനിയും ഇപ്രകാരം ബന്ധുജനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊന്നുകൊണ്ടും ഉചിതമല്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ തുടർന്ന് താമസിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടി ഉൾപ്രദേശത്തേക്ക് പോകാമെന്ന് കരുതി സീതയോടുകൂടി സൗമിത്രിയോടുകൂടി ചിത്രകൂടാചരം ഉപേക്ഷിച്ച് പോവുകയാണ്. അനന്തരം യാത്ര ചെയ്ത അവർ അത്രി മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തുന്നത്. ഞാൻ രാമനാണ്, അഹം രാമഹ എന്ന് പരിചയപ്പെടുത്തിയ ശ്രീരാമനോട് ആ ശ്രീരാമൻ്റെ പാദപത്മങ്ങൾ കണ്ട നിമിഷം തന്നെ അത്രി മഹർഷിക്ക് തൻ്റെ തപശക്തിയാൽ അത് മഹാവിഷ്ണു, സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് മനസ്സിലാവുകയാണ്. അർഘ്യപാദ്യങ്ങളാൽ പൂജിച്ച് അത്രി മഹർഷി അവരെ സ്വീകരിക്കുന്നു. അവിടെ ജനകജയോട്, അതായത് മൈഥിലിയോട് പറയുകയാണ്, ഉത്തമ തപസ്വിനിമാരിൽ വെച്ച് അതിശ്രേഷ്ഠയും ധർമ്മജ്ഞയുമായ എൻ്റെ പത്നി അനസൂയ പർണശാലയ്ക്കകത്തുണ്ട്, പോയി കണ്ടാലും എന്ന് പറഞ്ഞായി. ശ്രീരാമൻ്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി അത്രി മഹർഷിയുടെ പത്നിയെ കാണാനായിട്ട് സീതാദേവി അകത്തേക്ക് പോയി അനസൂയയെ കണ്ട് പാദങ്ങൾ വണങ്ങുന്നു. അനസൂയ സസന്തോഷം സ്വീകരിക്കുകയാണ് ഈ മൈഥിലിയെ. വരിക ജനകാത്മജെ, സത്സംഗം കൊണ്ട് ജന്മം സഫലമായി വരും. അങ്ങനെ ആലിംഗനം ചെയ്ത് വളരെ സന്തോഷത്തോടെ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട പട്ടും കുണ്ടലവും അംഗരാഗങ്ങളുമെല്ലാം സമ്മാനിക്കുകയാണ് സീതയ്ക്ക്. എന്നിട്ട് ശ്രീരാമനെ അനുഗമിച്ച നിനക്ക് ഈ കാനനവാസം കൊണ്ട് ഒട്ടും ശോഭ കുറയില്ല എന്ന് അനുഗ്രഹിക്കുന്നു. അതുപോലെ കാനനവാസം കഴിഞ്ഞ് അയോധ്യയിൽ പോയി സുഖമായി വാഴുക എന്ന് അനുഗ്രഹിച്ച് 3 പേർക്കും യഥേഷ്ടം ഭക്ഷണ പാനീയങ്ങളൊക്കെ നൽകി സന്തുഷ്ടനായിട്ട് താപസശ്രേഷ്ഠനായ അത്രിമുനി ഇങ്ങനെ പറയുന്നു, അവിടുന്ന് സാക്ഷാൽ നാരായണനാണെന്ന് ഞാൻ അറിയുന്നു പ്രഭു. അവിടുത്തെ വൈഭവം ചിന്തിക്കിൽ വളരെ ആശ്ചര്യകരം തന്നെ. ആ ത്രൈലോക്യവാസികളെയും മോഹിപ്പിക്കുന്ന ആ വൈഭവമായ ഞാൻ കണ്ടറിയുകയാണിപ്പോൾ എന്ന് മഹേശ്വരൻ പാർവതീദേവിയോട് ഇപ്രകാരം പറഞ്ഞു എന്ന് കിളി നമ്മോട് പറയുന്നു. ഇവിടെ അയോധ്യാകാന്ഡം സമാപിക്കുകയാണ്. അധ്യാത്മരാമായണേ അയോധ്യാകാന്ഡേ ഭരതരാഘവ സംവാദേ അത്രിയാശ്രമ പ്രവേശം നാമ രാമായണം സമാപിക്കുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നന്ദി.